ലൈഫിലുണ്ടാകുന്ന ചില ഇൻസിഡൻസോ സിറ്റുവേഷൻസൊക്കെയാണ് നമ്മൾ തന്നെ ഭയങ്കരമായിട്ട് പല പല മെൻ്റൽ സ്റ്റേജിലേക്ക് എത്തിക്കുന്നത്. ഞാൻ കണ്ടിട്ടുള്ള കുറേ ജീവിതങ്ങൾ, എന്താ പറയുക, പലപ്പോഴും കൈത്താങ്ങായിട്ടുള്ളതും ഇടപെടേണ്ടി വന്നിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കുറേ ജീവിതങ്ങളുണ്ട്. സ്വയം കണ്ടെത്താൻ പറ്റും. കിട്ടുക എന്നുള്ളത് പോലെ തന്നെ നമ്മൾ കൊടുക്കാനും പഠിക്കണമല്ലോ. അതായത് ആൾക്കൂട്ടത്തിൽ തനിയാവുക എന്നുള്ളതായിട്ടുണ്ടോ, അതെപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്ന് അറിയോ? നമുക്ക് ചുറ്റും നിറയെ മനുഷ്യന്മാരുണ്ടാവും, പലതും നടക്കുന്നുണ്ടാവും. നമ്മൾ അതിൽ നിന്നൊക്കെ എന്താ പറയുക, നമ്മുടെ ശ്രദ്ധയൊക്കെ വിട്ടിട്ട് നമ്മൾ ഒറ്റയ്ക്കാവുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നൊരു സാധനമാണ്. നമ്മളുടെ ഒരു എന്താ പറയുക, മെൻ്റലായതുകൊണ്ട് വരുന്നതല്ല, മീൻസ് ഒരു മെൻ്റൽ സ്റ്റേജിൻ്റെ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇപ്പോൾ ലൈഫിൽ ചെറുപ്പത്തിലേ ഉണ്ടാകുന്ന ഇൻസിഡൻസ്, അല്ലെങ്കിൽ പാരൻസിനൊക്കെ ഉള്ളത് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഇഷ്യൂസ് ഇങ്ങനെ നമ്മളിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്, അങ്ങനെ പല പല സിറ്റുവേഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത ആളുകളുണ്ടോ, നോർമൽ ആളുകളുണ്ടോ. അപ്പോൾ നമ്മളൊക്കെ നോർമലാണെന്ന് പറയുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും അബ്നോർമൽ എന്നുള്ള ഇത് വരും. അങ്ങനെയല്ല, ലൈഫിലുണ്ടാകുന്ന ചില ഇൻസിഡൻസോ സിറ്റുവേഷൻസൊക്കെയാണ് നമ്മൾ തന്നെ ഭയങ്കരമായിട്ട് പല പല മെൻ്റൽ സ്റ്റേജിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ ലൈഫിലുണ്ടായ ഒത്തിരി ഇഷ്യൂസ്, ഒരേ സമയത്ത് ഒന്നിച്ച് കുറേ ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് പോലും കിളി പോകാതെ പിടിച്ച് നിൽക്കാൻ പറ്റിയത് കുറച്ച് നല്ല സുഹൃത്തുക്കളും, പിന്നെ നമ്മളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു സിറ്റുവേഷനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വേറെ നെക്സ്റ്റ് റെമഡീസ് കണ്ടെത്തിയോണ്ടാണ്. ശരിക്കും എല്ലാവരെയും സംബന്ധിച്ച് ഇതൊന്നും പോസിബിൾ അല്ല. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് തോറ്റാൽ വരെ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്ന സിറ്റുവേഷൻസൊക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രേമം നിരസിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നത് മാത്രമല്ല, ഒരാളെ ഉപദ്രവിക്കുന്ന അങ്ങനത്തെ സിറ്റുവേഷനൊന്നും കൂടെ ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവ് എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക, തോൽവി ഉൾക്കൊള്ളാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ജീവിതത്തിലെ ഓരോ കാലഘട്ടത്തിലും നമുക്കുണ്ടാവുന്ന തോൽവികളെയും നഷ്ടങ്ങളെയും ഒക്കെ പല രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട്, അതിൽ നിന്നും ധൈര്യവും കരുത്തും ആർജിച്ച് മുന്നോട്ട് വരുന്നതാണ് നമ്മളെ ലൈഫിൽ കൂടുതൽ സ്ട്രോങ് ആക്കുക. ശരിക്കും നമ്മൾ പറയില്ലേ, നിന്നെക്കാട്ടിയും കുറേ കൂടുതൽ ഓണമുണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ശരിക്കും പറഞ്ഞാൽ പ്രായത്തിൻ്റെ ഇത് വെച്ചിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു കഴിവും കാര്യങ്ങളും വെച്ചിട്ടാണ് ശരിക്കും ഞാൻ അവസാനം പറയുന്നത് കേട്ടോ. എല്ലാവരും പറയുന്നതിൻ്റെ അങ്ങളല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറേ, ഇപ്പോൾ എൻ്റെ ഒരു ഈ 39 വയസ്സ് പ്രായത്തിനുള്ളിൽ ഞാൻ കണ്ടിട്ടുള്ള കുറേ ജീവിതങ്ങൾ, എന്താ പറയുക, പലപ്പോഴും കൈത്താങ്ങായിട്ടുള്ളതും ഇടപെടേണ്ടി വന്നിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കുറേ ജീവിതങ്ങളുണ്ട്. അപ്പോൾ ഈ ജീവിതങ്ങളിൽ നിന്നൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെ ഓരോരോ ഡാറ്റ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സിറ്റുവേഷന് ആളുകൾ എങ്ങനെയാണ് എന്താ പറയുക തകർന്നു പോകുന്നതെന്നും അവരെ നമുക്ക് എങ്ങനെ ചേർത്ത് പിടിച്ച് തിരിച്ചു കൊണ്ടുവരാമെന്നുള്ളതും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ശരിക്കും പറയാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം, നമ്മളുടെ പ്രശ്നങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്നുള്ള ചിന്ത എടുത്ത് മാറ്റിയിട്ട്, നമ്മളെക്കാൾ പ്രശ്നത്തിൽ അല്ലെങ്കിൽ നമ്മളെക്കാളും ഒരു രീതിയിലുള്ള ഫെസിലിറ്റിയും ഇല്ലാതെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട് എന്നുള്ളതും അവരിലേക്ക് നോക്കാൻ, ഈ പറഞ്ഞ പോലെ നമുക്ക് ചുറ്റും നോക്കാതെ കുറച്ച് വൈഡായിട്ട് നോക്കാനും വൈഡായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് അതിൽ കൺസെപ്റ്റ് വരുന്നത്. അങ്ങനെ ചിന്തിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ വരും. ശരിയാണ്, ചില സിറ്റുവേഷനിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ കുഞ്ഞി തിരസ്കാരങ്ങൾ അതൊക്കെ നമ്മളതിനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുമായിരിക്കും. ആ കുറച്ച് നേരം ഒന്ന് നമ്മൾ വിഷമിക്കുന്നതൊക്കെ ശരിയാണ്. പക്ഷേ അതിനെ നമ്മൾ എപ്പോഴും എന്താ, കമ്പാരിസൺ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അതിന് നമ്മൾ വേറൊരു ആംഗിളിൽ ചിന്തിച്ച് നമുക്കത് മാറ്റാമെന്നുള്ളൂ. പല രീതിയിലുള്ള സങ്കടങ്ങളൊക്കെ നമ്മുടെ ലൈഫിലുണ്ടാവും. ഈ സങ്കടങ്ങളെ ഈ പറഞ്ഞ പോലെ ആ ഒരു സമയത്ത് കരഞ്ഞാണെങ്കിൽ കരഞ്ഞങ്ങ് തീർത്തിട്ട് എന്തുകൊണ്ടാണ് അത് വന്നതെന്ന് മനസ്സിലാക്കി നെക്സ്റ്റ് ടൈം അത് വരാതിരിക്കാനും, അല്ലെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക, നമ്മൾ ന്യായീകരണങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ്. മറ്റുള്ളവരോട് പറയാനുള്ള ന്യായീകരണങ്ങളല്ല, നമ്മളതിനെ എന്താ പറയുക റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ന്യായീകരണങ്ങൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന നമുക്കാണല്ലോ. അപ്പോൾ നമ്മൾ ഏറ്റവും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളുടെ സങ്കടങ്ങൾ അല്ലെങ്കിൽ ചില സമയത്ത് ഈ പറഞ്ഞ പോലെ കൂട്ടത്തിൽ ഒറ്റപ്പെടുക, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നൊക്കെ ഉള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റാണ്. ശരിക്കും ഒരു ഒരു ഗ്യാങ്ങായിട്ട് ട്രിപ്പ് പോവുക അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് അതിൽ കൂടുക ഒക്കെ ചെയ്യാതെ അവിടെ എന്തൊക്കെയോ നടക്കുന്നു, ഞാൻ അവിടെ ഇരിക്കുന്നു, ഇതിനപ്പുറം അതിനോട് നമുക്ക് ഇതൊക്കെ കണക്ട് ചെയ്യാം എന്നൊക്കെ ഉള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കണ്ടെത്തണമെന്നാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു വസ്തുവിലോ വേറൊരാളിലോ ഒന്നുമല്ല, അത് നമ്മുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് കണ്ടെത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും ഭയങ്കര ഹെൽത്തി ആൻഡ് ഊർജ്ജസ്വലമായിട്ടൊക്കെ ഇരിക്കാൻ നോക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശരീരത്തിലാണ് നല്ല ചിന്തകൾ കൂടിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ശരിയാണ്. ചുമ്മാ മടി പിടിച്ച് മണ്ണാങ്കട്ടിയിട്ടിരുന്ന് കഴിഞ്ഞാൽ മണ്ണാങ്കട്ടിയിട്ടിരുന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തിനും ഇതിനോടും മടുപ്പും വെറുപ്പും മാത്രമേ ഉണ്ടാവുള്ളൂ. ചില സമയത്ത് ചില സിറ്റുവേഷനുകളിൽ ഇങ്ങനെ ചില വ്യക്തികൾ ഇങ്ങനെ എന്താ പറയുക, ഇപ്പോൾ കുറേ വാക്കുകളുണ്ടല്ലോ, ഡിപ്രഷൻ അത് ഇത് ആനശന എന്നൊക്കെ പറഞ്ഞാൽ കുറേ വാക്കുകളുണ്ട്. അപ്പോൾ ചില വാക്കുകൾ എന്നോട് പറയുമ്പോൾ അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ ഇങ്ങനെ ഇന്ന സാധനമാണ് എനിക്കെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ നോക്കിക്കണ്ട് അല്ലെങ്കിൽ കണ്ടു വളർന്നത് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചിട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു അപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ പറയും ഒന്നുമില്ല, കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു ജോലിയില്ലാത്തതിൻ്റെയും നിങ്ങളായിട്ട് എന്താ പറയുക സെൽഫ് സഫിഷ്യൻ്റ് ആവുക അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആവുക, ഒരു എന്താ പറയുക സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പ്രാപ്തയാവുക എന്നൊക്കെ ഉള്ള സാധനം ഉണ്ടല്ലോ. അതൊന്നും അല്ലാത്തതുകൊണ്ടും ഒരു കാര്യം ചെയ്യാൻ റെസ്പോൺസിബിൾ ആവുക, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, ഇതൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. എപ്പോഴും എല്ലാവരും ചെയ്തു തരണം, എന്താ പറയുക, ആരെങ്കിലുമൊക്കെ എന്താ പറയുക, എല്ലാവരും എന്നെ പരിഗണിക്കണം, എന്നെ പാമ്പർ ചെയ്യണം, എന്നെ സ്നേഹിക്കണം, എനിക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചു തരണം, എനിക്കുള്ള കാശ് തരണം, അങ്ങനെ എല്ലാം കിട്ടണം എന്നതിനപ്പുറം ഇതൊക്കെ നമുക്ക് സ്വയം കണ്ടെത്താൻ പറ്റും. കിട്ടുക എന്നുള്ളത് പോലെ തന്നെ നമ്മൾ കൊടുക്കാനും പഠിക്കണമല്ലോ. അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളായിട്ട് സമ്പാദിക്കണം. അപ്പോൾ ഈ സാധനങ്ങൾ എല്ലാ സാധനവും അങ്ങനെയാണ്. സ്നേഹമാണെന്നുണ്ടെങ്കിലും വസ്തുക്കളാണെന്നുണ്ടെങ്കിലും പൈസയാണെന്നുണ്ടെങ്കിലും എല്ലാം ഒരു ഗിവ് ആൻഡ് ടേക്കിലൂടെ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ അത് പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഹെൽത്ത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്ന കാലത്ത് കറക്റ്റായിട്ട് പഠിക്കുകയും അത് കഴിഞ്ഞ് നല്ലൊരു എന്താ പറയുക ഒരു ജോലി കണ്ടെത്തുകയും കറക്റ്റായിട്ട് വരുമാനം ഉണ്ടാകുന്ന രീതിയിൽ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ തീരുമാനിക്കാനും നമ്മൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് വരിക എന്നുള്ളതാണ് മെയിൻ കാരണം. അങ്ങനെ ചെയ്തിട്ട് പിന്നെ നമുക്ക് എന്താ പറയുക നമ്മൾ ആരെങ്കിലുമൊക്കെ കൂടെ കൂട്ടുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് മനുഷ്യനെ സംബന്ധിച്ച് പണം, പാർപ്പിടം, പിന്നെ എന്താ ഇതൊക്കെ ഭയങ്കരമായിട്ട് അവരെന്നെ പ്രശ്നത്തിലാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ കെയർ ചെയ്യുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ ഈ ഒരു ടൈമിൽ ചിലപ്പോൾ ആ സാധനങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടാവും. പക്ഷെ ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് ഈ സാധനങ്ങളിൽ മാറ്റം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തികളിൽ മാറ്റം വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷനിലൂടെ ഇതൊക്കെ നമുക്ക് വീണ്ടും സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ തന്നെ നല്ല രീതിയിൽ റിലേഷൻസ്, അത് ഏത് ടൈപ്പ് ഓഫ് റിലേഷനുകളാണെന്നുണ്ടെങ്കിലും നന്നായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനം. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചുറ്റും നമുക്ക് സുഹൃത്തുക്കൾ വേണം. എന്താ പറയുക, ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല സുഹൃത്തുക്കൾ, വീട്ടിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, പഠിക്കുന്ന സ്ഥലമാണെങ്കിൽ അങ്ങനെ, കുടുംബത്തിലൊരു സന്തോഷം വേണം. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇടയ്ക്കൊരു ബിരിയാണി കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ബിരിയാണി നമുക്ക് ഓർഡർ ചെയ്ത് വാങ്ങിക്കാൻ പറ്റണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോകാൻ തോന്നിക്കഴിഞ്ഞാൽ പോകാൻ പറ്റണം. അല്ലെങ്കിൽ കൂട്ടത്തോടെ പോകാൻ വിചാരിക്കുകയാണെങ്കിൽ പോകാൻ പറ്റും. പിന്നെ ഇങ്ങനെയൊക്കെ നമുക്ക് ഡിസിഷൻ എടുക്കാൻ, മെയിനായിട്ട് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏൺ ചെയ്യണ വ്യക്തിയായിരിക്കണം. എന്നാലേ നമുക്കത് പോസിബിൾ ആവുള്ളൂ. എന്നാലേ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് നമുക്ക് വരുള്ളൂ. ഡിസിഷൻ മേക്കിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ ഒരുവിധപ്പെട്ട ഇതും ഈ ഡിസിഷൻ മേക്കിങ്ങിനുള്ള പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ വേണ്ടി തയ്യാറാവണം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ എന്തായിട്ടുണ്ട്, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആവണം. അങ്ങനെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ലൊരു ആരോഗ്യം ശരീരവും വേണം. അത് മാത്രം നമുക്ക് മാത്രം ഉണ്ടായാൽ പോരാ, നമുക്കത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും കൂടെ പറ്റണം. അപ്പോഴാണ് നമ്മൾ എന്താ പറയുക, നമ്മളും നമുക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരെയും നമുക്ക് സന്തോഷമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, സ്നേഹത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ.